നമ്മൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം എന്താ? എങ്ങോട്ടും ട്രിപ്പും പോകണം എന്നത് എക്കണോമിക്കലും ആണ്. അങ്ങനെ ഞങ്ങൾ വെറും 1800 പോയൊരു കൊൽക്കുമല ട്രിപ്പാണിത്. പെരുമ്പാവൂരിന് ഒരു 3 hours ട്രാവൽ എടുത്തിട്ടാണ് ഞങ്ങൾ മൂന്നാർ എത്തിയത്. അവിടുന്ന് പിന്നെ ഷെയർ ജീപ്പ് എടുത്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലെത്തിയത്. ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു അത്. സോഹോ സ്റ്റേസ് എന്നാണ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പേര്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും ടെൻറ്റിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. പിന്നെ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളി തന്നെയായിരുന്നു. ഞങ്ങൾ ഏത് ട്രാവൽ കമ്പനി ചൂസ് ചെയ്യുന്നു ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ചോസ് ട്രാവലോഗ് ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ വി ഹാഡ്. ഈവനിങ് ആയപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു വ്യൂ പോയിന്റിൽ പോയി സൺസെറ്റ് ഒക്കെ കണ്ടു. ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും പിന്നെ പുതിയതായി മീറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത 2 പേരാണ് റോസു ആൻഡ് മാരി. അവരുള്ള കാരണം നല്ല ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം. വ്യൂ പോയിന്റ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ബ്രീസി ആൻഡ് കാമിങ് ആയിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തം. ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ക്യാമ്പ് സൈറ്റിൽ തിരിച്ചെത്തി. ചായയും ബിസ്ക്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ക്യാമ്പ് ഫയർ കൂടാനാണ് പോയത്. ഞങ്ങൾ 5 പേര് മാത്രമാണ് അവിടെ ഡാൻസ് കളിച്ചത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റി ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് മാത്രമല്ല, ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യണേ. പോരാത്തതിന് ഫ്രീ വൈഫൈയും ചാർജിങ് പോർട്സും പിന്നെ ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാത്രി അങ്ങനെ കുറച്ച് സമയം ഉറങ്ങിയതിനൊക്കെ ശേഷം രാവിലെ 4 മണിക്ക് തന്നെ ഞങ്ങൾ എണീറ്റു. ഓഫ് റോഡ് ട്രക്കിങ്ങിനായിട്ടുള്ള ജീപ്പൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് സൺറൈസ് കാണാനായിട്ട്. അങ്ങനെ ഒരു അടിപൊളി ഓഫ് റോഡ് ജീപ്പ് റൈഡിന് ശേഷം ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി എത്തി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ടൊരു സൺറൈസ് എക്സ്പീരിയൻസ് ചെയ്യണേ. എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടും ഞങ്ങൾക്ക് മതിയാവുണ്ടായിരുന്നില്ല. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ലെങ്കിലും ദ സൺറൈസ് മെയ്ഡ് ഇറ്റ് ഓൾ വർത്ത് ഇറ്റ്. അങ്ങനെ സൺറൈസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രാവിലെ വന്ന ജീപ്പിൽ തന്നെ തിരിച്ചു പോവുകയാണ്. പോണ വഴിക്ക് ഞങ്ങൾ ഫോട്ടോ പോയിന്റിലൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സിപ്പ് ലൈനിലും കയറി. അതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് രാവിലെ 11 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്തു. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. എൻ്റെ കോളേജ് ലൈഫിൽ എന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസിലൊന്നായിരിക്കും ഇത്.